വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ല. സർക്കാരോ അദാനി പോർട്ട് അധികൃതരോ ഇതുവരെ ക്ഷണിച്ചിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു. എന്നാൽ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്ഥലം MLA M. വിൻസെന്റ് പറഞ്ഞു. വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ്. പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് ക്രെഡിറ്റ് തട്ടിയെടുക്കാനാണെന്നും വിൻസെന്റ് പ്രതികരിച്ചു. വിഴിഞ്ഞം തുറമുഖം UDFന്റെ കുഞ്ഞാണ്, ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ്. അതിന്റെ വളർച്ചയിൽ ഞങ്ങൾക്ക് മറ്റാരെക്കാളും വലിയ ഉത്തരവാദിത്വവും ഞങ്ങൾക്ക് ശ്രദ്ധയുമുണ്ട്. അതുകൊണ്ട് വളരെ വികാര വായ്പോട് കൂടിയിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓരോ സ്റ്റെപ്പിനെയും ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ പങ്കെടുക്കും. ഇതുവരെയും ഞങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് ഞങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാതിരുന്നിട്ട് കൂടി പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം നമ്മൾ പങ്കെടുക്കണമെന്നാണ്. VV അരുൺ ചേരുന്നു. അരുൺ, പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനുള്ള അതൃപ്തി വ്യക്തമാക്കുന്നു കോൺഗ്രസ്. അപ്പോൾ പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുമില്ല. ഏതെല്ലാം തരത്തിലുള്ള പ്രതികരണങ്ങൾ? M. വിൻസെന്റിന്റെ പ്രതികരണം മാത്രമാണോ പുറത്തുവരുന്നത് ഇപ്പോൾ? അപർണ, UDF കൺവീനർ MM ഹസൻ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കും. പ്രതിപക്ഷ നേതാവിനെ സർക്കാർ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിച്ചിട്ടില്ല. എന്താണ് പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാടൊക്കെ? പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ക്ഷണിക്കാതിരുന്നതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തി. അതിനൊരു ന്യായീകരണം മാധ്യമങ്ങളിൽ വായിച്ചത്, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ പരിപാടി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുകയാണ്. അതുകൊണ്ട് വാർഷികാഘോഷ പരിപാടികൾ ബഹിഷ്കരിക്കാൻ UDF തീരുമാനിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല എന്നാണ് ന്യായീകരണം. അത് പറയാൻ വേണ്ടി ഒരു ന്യായം കണ്ടുപിടിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ വാർഷികവും പ്രധാനമന്ത്രിയുടെ വരവും തമ്മിൽ എന്താണ് ബന്ധം? അതോ BJPയും CPMഉം ഒരുമിച്ച് LDFും ഒരുമിച്ചാണോ ഈ സർക്കാർ വാർഷികം ആഘോഷിക്കുന്നത്? പ്രധാനമന്ത്രി അതും കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയുടെ പൂർത്തീകരണം നടക്കുന്ന സന്ദർഭത്തിൽ രണ്ട് നിലകളിൽ പ്രതിപക്ഷ നേതാവിന് അതിൽ പങ്കെടുക്കാൻ അർഹതയുണ്ട്. ഒന്ന്, അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ നേതാവാണ്. രണ്ട്, ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചതാരാ? UDF സർക്കാരാണ്, ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഒരുപാട് പ്രതിസന്ധികളെയും അഴിമതി ആരോപണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഈ പദ്ധതി ശരിക്കും ഈ പദ്ധതിയുടെ പ്രവർത്തനം തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടിയാണ്. പൂർത്തീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും പിണറായി സർക്കാരുണ്ട്. പക്ഷെ ആദ്യത്തെ ക്രെഡിറ്റ് ഒരു കാരണവശാലും UDFിനല്ലാതെ മുഴുവൻ ക്രെഡിറ്റും പിണറായി സർക്കാരിന് എടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ ഒരു ചടങ്ങിൽ, മുമ്പ് നടന്ന ഒരു ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പറഞ്ഞപ്പോൾ അന്ന് അവിടെ ഉയർന്ന കരഘോഷത്തിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോഴും അദ്ദേഹത്തെ ഒഴിവാക്കിയത് എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നു. അത് മാത്രമല്ല, ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ പ്രധാനമന്ത്രിയെ ഈ പരിപാടിയിൽ ക്ഷണിച്ച് ഇതിനെ സർക്കാർ വാർഷികവുമായിട്ട് ഇതിനെ ബന്ധിപ്പിച്ചതിന്റെ കാരണം മനസ്സിലാകുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കുകയാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അവരും ഒരുപോലെ താൽപര്യമുള്ളവരാണ്. BJPയും CPMഉം സംയുക്തമായിട്ടാണോ സർക്കാർ വാർഷികം ആഘോഷിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ ഈ രാജീവ് ചന്ദ്രശേഖരനോട് കൂടി ഞാൻ എന്റെ സംശയം ഉന്നയിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റൊരു ചിത്രം കൂടി നമ്മൾ കണ്ടു. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അവിടെ ഈ വിഴിഞ്ഞം പരിപാടിയെക്കുറിച്ച് പരിശോധനകൾ നടത്താൻ പോയ അവസരത്തിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ച മന്ത്രി വാസവനും മുഖ്യമന്ത്രിയും കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരും അദാനിയുടെ പ്രധാനപ്പെട്ട അധികൃതർ. ആ ചർച്ചയിൽ ആരാ പങ്കെടുത്തത്? മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം പങ്കെടുത്തു. അതിന്റെ ചിത്രം ആരാ റിലീസ് ചെയ്തത്? ആ ചിത്രം വന്നപ്പോൾ അവിടെ ദിവ്യായരുടേതായിട്ടുള്ള ഒരു വിശദീകരണം. അത് അനൗപചാരികമായ ചർച്ചയാണ്. ഔപചാരിക ചർച്ചയാണെങ്കിൽ അനൗപചാരിക ചർച്ചയാണെങ്കിൽ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാർ ഇതുപോലുള്ള വൻ പദ്ധതികൾ കാണാൻ പോയിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. അവിടെ കുടുംബാംഗങ്ങളെ പങ്കെടുത്തിട്ടുണ്ടോ? ഇത് പിണറായി സർക്കാരിന്റെ നേട്ടമായിട്ടാണോ അതോ പിണറായി കുടുംബത്തിന്റെ നേട്ടമായിട്ടാണോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന ന്യായമായ സംശയം ചേർത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ആ ചിത്രം പുറത്തു വന്നതിൽ ആ ചർച്ചയിൽ ആ കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ചത് ഇംപ്രോപ്രൈറ്റിയാണ്. ഒരു കാരണവശാലും അവർക്ക് അവിടുത്തെ പ്രദേശങ്ങളൊക്കെ ചുറ്റി നടന്ന് കാണാം. മുഖ്യമന്ത്രിയും തുറമുഖ വകുപ്പ് മന്ത്രിയും വേണ്ടേ ചർച്ച നടത്താൻ? അപ്പൊ കേരളത്തിൽ എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല എന്ന ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള സമീപനമാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതും ഈ ചർച്ചയും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
ഈ ട്രയൽ റൺ സമയത്തും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നില്ല. അന്ന് തുറമുഖ മന്ത്രി വ്യക്തമാക്കിയിരുന്നത് ഇനി വലിയ ആഘോഷം നടക്കാൻ പോവുകയല്ലേ എന്ന നിലയിലായിരുന്നു. അപ്പോൾ വിളിക്കും എന്ന അതെ ഞാൻ പറയാത്ത നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ അത് എഴുതിയിട്ടുണ്ട്. അന്ന് വിളിക്കും എന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഈ പരിപാടി വച്ചത് സർക്കാരിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണെന്ന വിശദീകരണം വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ പ്രധാനമന്ത്രിയോട് സർക്കാർ വാർഷികത്തിന്റെ ഭാഗമായി തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിനെ വിളിക്കുന്നു എന്നല്ലല്ലോ ഇവർ അറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അവിടെ അയച്ച ലിസ്റ്റിൽ സ്ഥലം എംപിയുടെയും എംഎൽഎയും പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പേര് ഉൾപ്പെടുത്തിയില്ല എന്ന ന്യായമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ രണ്ട് നിലയ്ക്ക് അദ്ദേഹത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാതെ ഇത് ഈ പിണറായി സർക്കാരിന്റെ മാത്രം നേട്ടമായി അവതരിപ്പിക്കുന്നതിന് വിഴിഞ്ഞത്തെ ജനങ്ങളോ കേരളത്തിലെ ജനങ്ങളോ അംഗീകരിക്കുക. ഞങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധം യുഡിഎഫിനെയും അതുണ്ടല്ലോ. ഇല്ലല്ല, അത് അങ്ങനെയാണല്ലോ വിശദീകരണം വന്നിരിക്കുന്നത്. വികസന പദ്ധതിയും ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പദ്ധതിയും രണ്ടാണ്. ഒന്ന് സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തുന്നത്. ആ നടത്തുന്നതിന് തന്നെ ദുരുദ്ദേശമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എം ഹസന്റെ പ്രതികരണമാണ് കണ്ടത്. കോൺഗ്രസ് പ്രതിപക്ഷം ഇതിനകത്ത് എടുക്കുന്ന നിലപാട് ഇതിൽ മനഃപൂർവ്വം ഒഴിവാക്കുന്നു പ്രതിപക്ഷത്തിനെ. ഇതിൽ ദുരുദ്ദേശമുണ്ട്, ഗൂഢാലോചനയുണ്ട് എന്നുള്ള ആരോപണം ആവർത്തിക്കുകയും ചെയ്യുന്നു എം ഹസൻ അടക്കം. അതേസമയം എം വിൻസെന്റ് പങ്കെടുക്കും എന്നുള്ള പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. വി അരുൺ ചേരുന്നു. അരുൺ, ഇതിൽ ഒറ്റക്കെട്ടായി ബഹിഷ്കരിക്കുക എന്നൊരു നിലപാടിനപ്പുറത്തേക്ക് ഇതിലുള്ള പ്രതിഷേധം വ്യക്തമാക്കുക, അങ്ങനെ അത് ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ ഒഴിവാക്കൽ നടത്തി എന്നുള്ളൊരു സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കുക, അതാണോ പ്രതിപക്ഷം കോൺഗ്രസ് ഒക്കെ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. വിഴിഞ്ഞം ഉദ്ഘാടനത്തിനൊക്കെ പ്രതിപക്ഷം ബഹിഷ്കരിക്കില്ല. പ്രതിപക്ഷത്തു നിന്നുള്ള എംഎൽഎ, സ്ഥലം എംഎൽഎ കൂടിയായ എം വിൻസെന്റ് പങ്കെടുക്കും. അതുപോലെ തിരുവനന്തപുരം എം പി ശശി തരൂരിനും ക്ഷണമുണ്ട്. അദ്ദേഹവും ഈ ചടങ്ങിൽ പങ്കെടുക്കും. യുഡിഎഫിന്റെ തന്നെ എംഎൽഎ എം പിയും പങ്കെടുക്കും. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടുണ്ടായ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. യുഡിഎഫിന്റെ ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞം, അതുകൊണ്ട് തന്നെ അതിൽ വിട്ടുനിൽക്കാൻ കഴിയില്ല. പക്ഷേ സർക്കാർ നിരന്തരം പ്രതിപക്ഷത്തെ അവഗണിക്കുന്നു. സർക്കാരിന്റെ വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തുന്നതെന്ന പരാമർശം എവിടെയോ മന്ത്രി വി എൻ വാസവൻ നടത്തിയതായി പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ആ വാർഷികാഘോഷ പരിപാടിക്കാണോ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത്? വിഴിഞ്ഞത്തിന്റെ നേരത്തെ ബർത്തിംഗ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിരുന്നു, എന്നാൽ മറ്റു പരിപാടികൾക്ക് ക്ഷണിച്ചിട്ടുമില്ല. ഇപ്പോഴും വീണ്ടും ഒഴിവാക്കുന്നു. അതിന്റെ ക്രെഡിറ്റ് യുഡിഎഫ് എടുക്കുമെന്ന് ഭയന്നാണ് പ്രതിപക്ഷ നേതാവോട് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ പൂർണ്ണമായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേട്ടമാണ് ഇതെന്ന അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിന്റെ ഒരു പകപോക്കുകയാണ് സർക്കാർ എന്ന ഒരു വിലയിരുത്തലും വികാരവുമാണ് പ്രതിപക്ഷത്തിലുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ഒരു പ്രതിഷേധം അറിയിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ നേതാക്കൾ, അത് എംഎൽഎയും എംപിയും ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ പ്രസംഗത്തിലും മറ്റും ഒരുപക്ഷെ ഈ ഒരു പ്രതിഷേധം അറിയിക്കാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് പരിപാടി പൂർണ്ണമായി ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല. സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടി ഉൾപ്പെടെ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നുണ്ട്. സർക്കാരിന്റെ പല വികസന പദ്ധതികളും പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ആണ് പ്രതിപക്ഷം തന്നെ ക്ഷണിക്കാത്തതെന്ന ഒരു അഭിപ്രായമാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് കേട്ടത്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത്.